കേരളത്തിലെ ബി.ജെ.പിയുടെ പുതിയ മുഖമായിട്ട് സുരേഷ് ഗോപി മാറിക്കഴിഞ്ഞു. കെ സുരേന്ദ്രനോ ബി മുരളീധരനോ മറ്റ് നേതാക്കൾക്കോ ഇതുവരെ നേടാൻ കഴിയാത്ത കാര്യം സുരേഷ് ഗോപി നേടി എന്നതാണ് അതിൻ്റെ പ്രധാന അംഗീകാരം. കേന്ദ്ര സഹമന്ത്രിയായി തൃശ്ശൂർ MP. അപ്പോൾ ഇനി സുരേഷ് ഗോപി ആയിരിക്കും കേരളത്തിലെ ബി.ജെ.പിയുടെ കാര്യങ്ങളിൽ ഒരു നിർണായക ഇടപെടൽ നടത്തുക. 2026 കേരളത്തിൽ അടുത്ത നിയമസഭാ ഇലക്ഷൻ വരാൻ പോകുന്ന ഘട്ടത്തിൽ, രണ്ടാം പിണറായി സർക്കാർ ഇലക്ഷൻ നേരിടുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ബി.ജെ.പിയെ നയിക്കുക സുരേഷ് ഗോപി ആയിരിക്കും. അപ്പോൾ ബി.ജെ.പിയുടെ ഒരു വിലയിരുത്തൽ ഒരു 25 സീറ്റിലെങ്കിലും ജയിക്കണം. ഇപ്പോൾ തൃശ്ശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചു. അതേപോലെ 20ഓളം മണ്ഡലങ്ങളിൽ ബി.ജെ.പി അസംബ്ലി സെഗ്മെന്റിൽ മുന്നിൽ വന്നിട്ടുണ്ട്. പല മണ്ഡലങ്ങളിലായിട്ട്, തിരുവനന്തപുരവും പ്രത്യേകിച്ച് തൃശ്ശൂരുമായിട്ട്. അപ്പം അടുത്ത 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 25 സീറ്റിലെങ്കിലും ബി.ജെ.പി ജയിക്കണം എന്നൊരു ടാർഗറ്റ്, ഒരു അജണ്ട വെച്ചിട്ടാണ് ബി.ജെ.പി ദേശീയ നേതൃത്വം മുന്നോട്ട് പോകുന്നത്. അതിന് മുൻനിരക്കാരനായിട്ട് അതിനെ നയിക്കുന്നത് സുരേഷ് ഗോപിയായിരിക്കും. ഇപ്പോഴത്തെ ബി.ജെ.പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും മറ്റ് ബി.ജെ.പി നേതാക്കളും വി മുരളീധരൻ അടക്കമുള്ള നേതാക്കളെല്ലാം അപ്രസക്തരാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സുരേഷ് ഗോപി നേടിയ വിജയം ഒരു വലിയ സൂചന നൽകുന്നുണ്ട്. അത് ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു, എങ്കിലും ഒന്നുകൂടി പറയുകയാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചത് പരമ്പരാഗതമായി UDFന് വോട്ട് ചെയ്ത ക്രിസ്ത്യൻ സഭയാണ്. അതിന്റെ കണക്കുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. UDFന് തൃശ്ശൂരിൽ സ്ഥിരമായി കിട്ടിയ ക്രിസ്ത്യൻ വോട്ടുകൾ ഇത്തവണ സുരേഷ് ഗോപിയിലേക്ക് പോയി. അത് പറഞ്ഞാൽ കത്തോലിക്ക വിഭാഗത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെ കത്തോലിക്ക, ഓർത്തഡോക്സ് യാക്കോബായൊന്നുമല്ല, മർത്തോമയല്ല, കത്തോലിക്ക വിഭാഗത്തിന് കാതലിക്സിന് വളരെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് തൃശ്ശൂർ. അവിടുന്ന് ആ കാതലിക് ചർച്ചിൻ്റെ വോട്ട് ബാങ്കിൽ വിള്ളലുണ്ടാക്കാനും UDFന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് പോകാനും ഒരു സാഹചര്യമുണ്ടായി എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. രാഷ്ട്രീയമാണ്, അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത് മറ്റൊരു ബി.ജെ.പി നേതാവിനും കേരളത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം സുരേഷ് ഗോപി സാധിച്ചെടുത്തു എന്നുള്ളതാണ്. നമ്മൾ കാണാതിരിക്കരുത്. എങ്ങനെ സുരേഷ് ഗോപി, നായർ സമുദായത്തിൽപ്പെട്ട ഒരു സുരേഷ് ഗോപി എങ്ങനെ തൃശ്ശൂരിൽ ക്രിസ്ത്യൻ കാതലിക് വോട്ടുകൾ പിടിച്ചെടുത്തു എന്നുള്ളത് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്തി ഉള്ളൊരു പൊളിറ്റിക്സ്, ബി.ജെ.പി പൊളിറ്റിക്സ്, അത് UDFനും കോൺഗ്രസിനും ഏറ്റവും തകർച്ചയുണ്ടാക്കുന്ന ഒരു പൊളിറ്റിക്സാണ്. അത് UDFനും കോൺഗ്രസിനും VD സതീശനും കെ സുധാകരനൊക്കെ മനസ്സിലാക്കിയാൽ അവർക്കും ഉള്ളതാണ്. ആ ഒരു അജണ്ട സെറ്റ് ചെയ്ത് വന്നിരിക്കുന്നു. അപ്പോൾ അതായത് ക്രിസ്ത്യൻ വോട്ടുകൾ പിടിക്കാൻ ഒരു ക്രിസ്തീയ മുഖം ആവശ്യമില്ല. അൽഫോൻസ് കണ്ണന്താനമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ആവശ്യമില്ല. അതിനൊരു സുരേഷ് ഗോപിയെ നിർത്തിയിട്ട് അത് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ ഇലക്ഷൻ തെളിയിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം അങ്ങനെ ക്രിസ്ത്യൻ വോട്ടുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് CPIM-നേക്കാൾ, ഇടതുപക്ഷത്തെക്കാൾ തിരിച്ചറിയേണ്ടത് ബി.ജെ.പി, അറിയേണ്ടത് UDFും കോൺഗ്രസുമാണ്. 2026 അസംബ്ലി ഇലക്ഷൻ ഇതിൻ്റെ ഒരു കേളി രംഗമായിട്ട് മാറും. സുരേഷ് ഗോപി തീരുമാനിക്കുക എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കേരളത്തിൽ ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയം മാറുകയാണ്. ഇപ്പം കളം കളിച്ചവർക്കൊന്നും ഇനി ഒരു പ്രാധാന്യം ഉണ്ടാവില്ല. സുരേഷ് ഗോപിയെ ബി.ജെ.പി ദേശീയ നേതൃത്വം പ്രൊമോട്ട് ചെയ്യും. സുരേഷ് ഗോപി കേരള പ്രസിഡന്റ് ബി.ജെ.പിയുടെ ഒന്നും ആകത്തൊന്നുമില്ല. കാരണം അദ്ദേഹം മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത സ്ഥിതിക്ക് അത് പറ്റത്തില്ല. അപ്പോൾ ഈ അടപടലം ഇത് മാറാൻ പോവുകയാണ്. കെ സുരേന്ദ്രന് പകരം മറ്റൊരാൾ കേരളത്തിലെ ബി.ജെ.പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആവും. അത് ആരാകണമെന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുക സുരേഷ് ഗോപിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരള പൊളിറ്റിക്സ് മാറുകയാണ്. ബി.ജെ.പി കേരളത്തിൽ ഇടം പിടിക്കുന്നു.
വോട്ടിംഗ് ശതമാനം അവർ കൂട്ടി. തൃശ്ശൂർ പിടിച്ചെടുത്തു ലോക്സഭാ ഇലക്ഷനിൽ. കോൺഗ്രസിനാണ് നഷ്ടം, CPIM-നോ ഇടതുപക്ഷത്തിനോ അല്ല. അത് കോൺഗ്രസ് തിരിച്ചറിയാൻ അവർക്ക് കൊള്ളാം. എന്തുകൊണ്ട് മുരളി മൂന്നാമനായി എന്നുള്ളതൊരു വലിയ മെസ്സേജാണ് തൃശ്ശൂരിൻ്റെ, വലിയ മെസ്സേജ്. BJP വളരുകയാണ്, സംശയമില്ല. നമ്മളത് മനസ്സിലാക്കുക, അംഗീകരിക്കുക. BJP കേരളത്തിൽ വളരുന്നു. ഒരു മുഖ്യ പ്രതിപക്ഷമായി അടുത്ത 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ മുഖ്യ പ്രതിപക്ഷമായി BJP വരാനാണ് അവർ ശ്രമിക്കുന്നത്. അത് അങ്ങനെ ശ്രമിക്കുമ്പോൾ ആരാണ് അവിടെ പിന്നിലേക്ക് പോണത്? ഇടതുപക്ഷമാണോ? LDF ആണോ? അല്ല, കോൺഗ്രസും UDF-ഉമാണ് പിന്നിലേക്ക് പോകുന്നത്. അത് കോൺഗ്രസും UDF-ഉം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവരുടെ അധോഗതി എന്ന് മാത്രമേ